നമസ്കാരം. നമ്മളിപ്പോ നിൽക്കുന്നത് പത്തനംതിട്ട ഇലവന്തിട്ടയിലാണ്. ഡിഫൻസ് എയിം ഇന്റഗ്രേറ്റഡ് ക്യാമ്പസ് എന്ന പേരിൽ ഡിഫൻസ് അക്കാഡമിയുടെ ഒരു സ്ഥാപനം ഇവിടെ നടക്കുന്നുണ്ട്. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ഒരു ഫോക്കസ് ന്യൂസിന്റെ വാർത്തയ്ക്ക് അത് കണ്ടിട്ടുണ്ടായിരിക്കും. കുട്ടികളോട് കാണിക്കുന്ന രീതികള്, ഇവിടെ അനധികൃതമായിട്ട് ആൺകുട്ടികൾ പെൺകുട്ടികളുടെ ഹോസ്റ്റലിലേക്ക് കയറുന്നതിനെ കുറിച്ച്, അവിടുത്തെ ഫുഡിനെ കുറിച്ച്, അക്കാഡമിക് കാര്യങ്ങളെ കുറിച്ച്, ഫാക്കൽറ്റിയെ കുറിച്ച് കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതെന്താണെന്നറിയാനും ശരിയാണോ എന്നറിയാനുമായിട്ടാണ് ഇവിടെ എത്തിയത്. അറിഞ്ഞപ്പോൾ കേട്ടറിവിനേക്കാളും ഭയങ്കര ഭീകരമായിരുന്നു കണ്ടറിഞ്ഞത്. ഇന്നൊരു വിദ്യാർത്ഥി സംഘടനകൾ നടത്തുന്ന ഒരു പ്രതിഷേധമുണ്ടായിരുന്നു. അവർക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് വിവരങ്ങൾ അവർക്ക് ശേഖരിക്കാനും വീഡിയോ വിഷ്വൽസ് ആയിട്ട് അവരിത് ഷെയർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഇത് കാണുക, അതിനോടൊപ്പം പ്രതികരിക്കുക, പ്രതിഷേധിക്കുക. നമ്മളിവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വിഷയവുമായിട്ട് നമ്മൾ വന്ന വിഷയം, അതായത് വിദ്യാർത്ഥികളെ ഇവിടെ മാനസികമായി അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിലേക്ക് ഇവിടുത്തെ മാനേജ്മെന്റ് പോകുന്നു എന്നുള്ള വിഷയത്തിലാണ് നമ്മളിവിടെ വന്നതിന് ശേഷം നമ്മളിവിടെ ചെന്ന് ചേംബറിൽ ചെന്ന് അവരുടെ പ്രിൻസിപ്പളുമായിട്ട് സംസാരിച്ചു. പ്രിൻസിപ്പൾ അല്ല, എനിക്കൊന്ന് വൈസ് പ്രിൻസിപ്പളാണ് ജയകുമാർ. അദ്ദേഹത്തോട് സംസാരിച്ചു. അദ്ദേഹം നമുക്ക് സംസാരിക്കുന്നതിന് വേണ്ട സമയം നമുക്ക് അതിനകത്ത് ഒരുക്കി തന്നതിന് ശേഷം നമ്മൾ വിദ്യാർത്ഥികളെ മുഴുവൻ വിളിച്ചിരുത്തി, അതായത് പ്ലസ് വണ്ണിന്റെയും ഈ വിഷയം ഉന്നയിച്ച അല്ലെങ്കിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും ക്ലാസ്സുകളിൽ വിളിച്ചിരുത്തി മുഴുവൻ വിദ്യാർത്ഥികളുമായിട്ട് നമുക്ക് സംസാരിക്കുകയുണ്ടായി. ഈ സംസാരിച്ച സമയത്ത് ആദ്യം സംസാരിച്ചപ്പോൾ മുതൽ ഈ വിദ്യാർത്ഥി നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ, അല്ലെങ്കിൽ എന്താണോ ഇവിടെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നത് ആ വിദ്യാർത്ഥികൾ നമ്മൾ മുമ്പേ സൂചിപ്പിച്ച വിഷയങ്ങൾ അതേപടി നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഒന്നെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ഹോസ്റ്റൽ സംവിധാനമാണ്. നമുക്കും അറിയാം, ഹോസ്റ്റൽ സംവിധാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഹോസ്റ്റൽ സംവിധാനത്തിൽ ചെറിയ പോരായ്മകളൊക്കെ എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അവരുടെ എല്ലാം പിഞ്ചു മനസ്സാണ്, കൊച്ചു കുട്ടികളാണ്. അപ്പൊ അവരുടെ മനസ്സിൽ വരുന്ന വിഷയങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മെസ്സിലേക്ക് വരുന്ന ഒരു ആഹാരം ചോദിക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ചെറിയൊരു ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ ബാക്കി തരത്തിലുള്ള ഒരു ചെറിയ പ്രവർത്തനങ്ങൾ ഈ വിദ്യാർത്ഥി, നമുക്കിത് കേൾക്കുമ്പോൾ എനിക്കോ നിങ്ങൾക്കോ അല്ലെങ്കിൽ ഈ നമ്മളെ കേട്ടിരിക്കുന്നവർക്കോ ഇതൊരു നിസ്സാരമായി തോന്നിയേക്കാം. പക്ഷെ ഈ വിദ്യാർത്ഥികൾ ഇതിനകത്തിരിക്കുന്ന ഈ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ പ്രശ്നമാണ്. ഞങ്ങൾ അവിടെ ചെന്നപ്പോഴത്തേക്ക് വിദ്യാർത്ഥികൾ ഒരു 3/4 വിദ്യാർത്ഥികളും സാറുമാരുമായിട്ട് തിരിഞ്ഞ് സംസാരിക്കുക തുടങ്ങിയതിനു ശേഷം ഞങ്ങൾ മെസ്സ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതെല്ലാം നമുക്ക് പരിഹരിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള തരത്തിൽ തന്നെ ഞങ്ങൾ ഇറങ്ങാം എന്നുള്ള ധാരണയിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ ഇറങ്ങി ഞങ്ങൾ മെസ്സും കൂടി കണ്ടപ്പോഴത്തേക്ക് നമുക്ക് ഒട്ടും ഈ വിഷയത്തിൽ നിന്ന് പുറമോട്ട് അല്ലെങ്കിൽ ഒരു ഇഞ്ച് പോലും പുറമോട്ട് പോകാൻ പറ്റാത്ത രീതിയിലേക്ക് പോയി. വളരെ പഴകിയ ഭക്ഷണങ്ങൾ, അതായത് പൂപ്പല് വന്ന് ഏറ്റവും ഒരു പയറൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ വീഡിയോസ് എല്ലാവരും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇരിപ്പുണ്ട്. ഇപ്പം എന്റെ ഫോണിലില്ല, നമ്മുടെ 2-3 സാർ കൂടി വരാനുണ്ട്. അവരുടെ കയ്യിൽ ഇപ്പം ഒരു വനിതാ സഖാവ് കൂടി അകത്ത് കയറിയിട്ടുണ്ട്. കാരണം പെൺകുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വനിതാ സഖാവിനെ കൂടി നമ്മൾ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട്. അപ്പം ഈ പൂപ്പല്, അതായത് ഈ ഇതിനകത്ത് ഈ പയറുവർഗ്ഗങ്ങളെല്ലാം കൂട്ടിയിട്ടിരിക്കുന്നിടത്ത് മുഴുവൻ പൂപ്പലാണ്. അതിന്റെ വീഡിയോസ് ഞാൻ നിങ്ങൾക്ക് ഇത് കഴിയുമ്പോഴത്തേക്ക് വരാം. മുഴുവൻ പൂപ്പലാണ്, പൂപ്പല് പൂത്തിരിക്കുന്ന പയർ. അതുപോലെ തന്നെ ബാക്കിയുള്ള ഇത് അടുക്കിയിട്ടിരിക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഇപ്പം വളരെ മോശമായിട്ട്, മലിനമായെന്ന് വെച്ചാൽ വളരെ മോശമായിട്ടും എണ്ണ ഉപയോഗിച്ചിരിക്കുന്നത്. എണ്ണ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കടകളിലൊക്കെ കാണുന്നതിന് കൂട്ടി 2, 3, 4, 5 ദിവസം പഴകിയ എണ്ണകൾ കൃത്യമായി കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇന്നിപ്പോ ഒരു കടലക്കറി എടുത്ത് മണപ്പിച്ചു. ഞാനിത് കള്ളത്തരമല്ല, നിങ്ങൾ പറയാം ഞങ്ങൾക്ക് ഇതിനകത്ത് വേറൊരു അജണ്ടയും ഇല്ല. ഒരു അജണ്ടയും എയ്സഫിനിക്കാരില്ല. എയ്സഫിൽ നിന്നല്ല, ഞങ്ങളടങ്ങുന്ന മറ്റ് വിദ്യാർത്ഥി സംഘടനകളായാലും ആരായാലും നാളെ ഇവിടെ വന്ന് പ്രതിഷേധം എടുക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയും ഇല്ല. കൃത്യമായി കയറി ഒന്ന് പരിശോധിച്ചിറങ്ങിയാൽ തീരാവുന്ന വിഷയങ്ങളെ എനിക്ക് നിങ്ങൾക്കുള്ളൂ. മീഡിയാസ് ഇതിനകത്ത് കയറി ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലാവും. നിങ്ങളെ കയറ്റി വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ നിങ്ങൾ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടുത്തെ മെസ്സ് ഏറ്റവും മോശമായിട്ടപ്പെട്ട രീതിയിലാണ് ഇവിടുത്തെ മെസ്സ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഏറ്റവും അലങ്കോലമായിട്ട് ഒരു പ്രവർത്തി ഇവിടെ നടക്കുകയുണ്ടായി. മാത്രമല്ല, ഒരു സാറിന്റെ ഭാഗത്ത് നിന്ന് വിദ്യാർത്ഥികളുടെ ഒരു ചെറിയ നോട്ടവും കാര്യങ്ങളും എല്ലാം ഇത് പറയുമ്പോഴും ചെറുതായിട്ട് തോന്നും. നമുക്കിത് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പോരാടി അകത്ത് കയറി. നിങ്ങളെല്ലാം വിചാരിച്ച പോലെ ഇവരകത്ത് കയറ്റാത്തിന് കുറെ കാരണങ്ങളുണ്ട്. അതിൽ ഗൗരവത്തിലെടുക്കേണ്ട വളരെ ഗൗരവകരമായിട്ടുള്ള സെക്ഷൽ അബ്യൂസ് വരെ നടന്നിട്ടുണ്ട്. അപ്പോ ആദ്യഘട്ടത്തിൽ പ്രിൻസിപ്പൾ പറയുന്നു എല്ലാം ഓൾ ക്ലിയർ, ഒരു പ്രശ്നങ്ങളില്ല, കുട്ടികളായിട്ട് സമ്പാദിക്കാൻ സമയം തരാം. ഞങ്ങൾ വിളിക്കുന്ന കുട്ടികൾ, ഞാൻ പറഞ്ഞ അതല്ല, അവിടെ ഉള്ള കുട്ടികളെ പലരെയും വിളിച്ചു. ഒരു ക്ലാസ് റൂമിലിരുന്ന് ചോദിച്ചു, എങ്ങനെയാ കുട്ടികളെ, എന്തു പറ്റി? പലരും ഉച്ച അടച്ചിരുന്നപ്പോഴും ഒരു കുട്ടി എണീറ്റെന്ന് പറഞ്ഞു. അത് ബാക്കിയുള്ളവർക്ക് ഊർജ്ജമായി. എല്ലാ കുട്ടികളും, ഏകദേശം 50 കുട്ടികളോട് ഞങ്ങൾ സംവാദിച്ചു. അതിനകത്ത് ഭൂരിഭാഗം കുട്ടികൾക്കും പരാതി അല്ലാതെ പരിഹാരം ഒന്നും കാണുന്നില്ല. ആ വേസ്റ്റ് കിടക്കുന്നത് അത് പോകുന്ന കൂടിയില്ല. അതിനകത്ത് പുഴു എന്ന് വെച്ചാൽ വൃത്തികെട്ട മണം. അതിന്റെ ആ ഒരിച്ചിരി പരിസരത്ത് പോലും അങ്ങോട്ട് നമുക്ക് നടക്കാൻ പറ്റത്തില്ല.